ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നേഴ്സ് ഗൈഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് പറയട്ടെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണം ദിവസമാണ് വിഷ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ ഇന്നലെ വിഷ് ചെയ്തില്ല. നമുക്കറിയാം 1-2 കൊല്ലത്തിന് ശേഷമുള്ളൊരു ഓണമാണ്. സോ എല്ലാവരും അവരുടേതായ എൻജോയ്മെൻറ്റും അവരുടേതായ ഫാമിലിയുടെ കൂടെ ഗെറ്റ് ടുഗദറും എല്ലാം ആയിരുന്നിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാഞ്ഞതും. എനിവേ, കൊറോണ ഔട്ട്ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് ഒരു അടിപൊളി ഓണമായിരിക്കും എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഗെറ്റ് ടുഗദറും എല്ലാവരും അടിച്ചു പൊളിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നുണ്ട്. സോ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം ഗിഫ്റ്റ് ആയിട്ട് വേണേൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് പറഞ്ഞൊരു ഗീവ് അവേ, അതിൻ്റെ ഫസ്റ്റ് എനിക്ക് ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ഇത് കുറച്ച് തിരക്കാണ്, വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കൂടുതൽ തിരക്കാണ്. ഈ വീഡിയോ തുടങ്ങണം എന്ന് പറഞ്ഞ അന്ന് മുതൽ തിരക്കാണ്. അപ്പോൾ നമുക്കൊരു സന്ദർഭം സമയം ഒത്തു വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മാക്സിമം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒതുക്കാൻ ശ്രമിക്കാം. അപ്പം ഇന്ന് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്, പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഞാനിത് പഠിച്ചൊരു കോഴ്സാണ്, 10-30,000 രൂപ കൊടുത്ത് പഠിച്ചൊരു കോഴ്സാണ്. സോ അത് വളരെ ബേസിക് ആയിട്ടുള്ള, ബിഗിനർ ആയിട്ടുള്ള, ഒരു ചാർട്ടിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത കുറേ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ചറപറ വാരി നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, പൂക്കളം പോലെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ചാർട്ടിനകത്ത് വരുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പം ഒരു ചാർട്ട് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, കപ്പ് ആൻഡ് ഹോൾഡ് കുറേ പാറ്റേൺസ് ഉണ്ട്. നമുക്ക് ഫ്ലാഗ്, വെഡ്ജ്, അതൊന്നും ആവശ്യമില്ല. അത്യം നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും 3-4 പാറ്റേൺസ് മാത്രം നമ്മൾ നോക്കുക. അതും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ കാൻഡിൽ സ്റ്റിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 10-35ഓളം കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ ഉണ്ട്. ഹറാമി, ഹാമർ, ഇൻഗൾഫിംഗ് കാൻഡിൽസ്, ലൈക്ക് എന്താ വൈറ്റ് ക്ലോവർ, ആണ് പല 35ഓളം നെയിമുകൾ, 10-35ഓളം പേഴ്സ് ഉണ്ട് ഓരോ കാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുന്നതിന്. ഒരു റെഡും ഒരു ബിയറും ഒരു ബുള്ളും ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും പറയുന്നില്ല, വളരെ ബേസിക്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുന്നത് കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചാണ്. ഈ കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ 10-35 പാറ്റേൺ ഒന്നുമില്ല, വെറും 3 കാൻഡിൽസ്. ഈ 3 കാൻഡിൽസ് നമ്മളെല്ലാവരും കാണുന്ന, ചാർട്ടിനകത്ത് ഡെയിലി കാണുന്ന സംഭവമാണ്. സോ അതെന്താണെന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സോ ഇവിടുന്ന് പോകുന്നവരും ഓരോരോ വീഡിയോയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ ഒരുപാട് ചാർട്ട് കാൻഡിൽ സ്റ്റിക്സ് ഒന്നും നോക്കുന്നില്ല. സോ കൂടുതൽ വളച്ചു നീട്ടാണ്ട് മാക്സിമം വീഡിയോയിലേക്ക് പോകാൻ നോക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. ഞാനിത് പഠിച്ച് ചെയ്യുന്ന ഒരു കോഴ്സാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയി തരികയാണ്. സോ ഒരുപാട് പേര് ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ അവർ ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. ട്രേഡിങ്ങിൽ ഫെയിൽ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയവരൊക്കെ ഉണ്ടാവും, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട്. സോ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ബൂസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1000-400 വ്യൂസെങ്കിലും വേണം. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 16,500 പേരുണ്ട്. പക്ഷേ വ്യൂസിൻ്റെ വളരെ കുറവാണ്. മൊത്തം 300-400 വ്യൂസൊക്കെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം റിസ്ക് ഒക്കെ ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ കൂടി 10-300 പേരെ കാണുന്നുള്ളൂ പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയി പോവുകയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 50 പേരോളം ഈ വീഡിയോ കാണുന്ന 50% പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന സീരീസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് എങ്ങനെയെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം എന്താണെന്നുള്ളത് നേരെ സ്ക്രീനിലേക്ക് പോയിട്ട് നോക്കാം. കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം വളരെ ബേസിക് ആയിട്ട് എന്താണ് കാൻഡിൽ സ്റ്റിക്സ് എന്നൊന്ന് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് തന്നെ കാണിക്കുന്ന ഫസ്റ്റ് റിസൾട്ടാണ് കാണിക്കുന്നത്. കാൻഡിൽ സ്റ്റിക്ക് ഈസ് എ വേ ഓഫ് ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ അസറ്റ്സ് പ്രൈസ് മൂവ്മെന്റ്. ഏതെങ്കിലും ഒരു അസറ്റിന്റെ പ്രൈസ് മൂവ്മെന്റ് കാണിക്കുന്ന ഒരു മെറ്റീരിയം, ഒരു ഇൻഫർമേഷൻ, ഒരു ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ ആണ് കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. കാൻഡിൽ സ്റ്റിക്സ് മാത്രമല്ല, നമുക്ക് പല രീതിയിലും ഈ ഒരു മൂവ്മെന്റ്സ് കാണാൻ പറ്റും. ഏതിൻ്റെ ഈ ചാർട്ടിന്റെ മൂവ്മെന്റ്സ് കാണാൻ പറ്റും. അതിലൊന്നെന്ന് പറയുന്നത് ക്യാൻഡിൽസ് ആയിട്ട് കാണാം, ബാർസ് ആയിട്ട് കാണാം, ലൈൻ ആയിട്ട് കാണാം, പല രീതിയിലുള്ള ഇതുണ്ട്, വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിട്ട് കാണാം. പക്ഷേ കാൻഡിൽസ് നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഓരോ കാര്യങ്ങൾ റീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും കാൻഡിൽ സ്റ്റിക്സ് എന്നുള്ള പാറ്റേൺ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നത്. കാരണം അതിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ചാർട്ടിൽ നിന്നും ഒരൊറ്റ കാൻഡിൽ മൂവ്മെന്റിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ പറയുന്ന ഒരുപാട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം 10-35ഓളം പാറ്റേൺസ് ഉണ്ട്. ഹാമർ, പിയേഴ്സിംഗ് പാറ്റേൺ, ബുള്ളിഷ് എൻഗൾഫിംഗ്, ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് പഠിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ, അത്രയ്ക്കും തറവായി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ ഇതിലെന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും പഠിക്കുന്നില്ല. വളരെ 3 കാര്യങ്ങൾ, 3 കാൻഡിൽ, അതായത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ പറയാം. ഒന്നെന്ന് പറഞ്ഞൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ബുള്ളിഷ് അല്ലെങ്കിൽ ബിയറിഷ്, അതായത് മൊമെന്റം ക്യാൻഡിൽ എന്ന് പറയും. ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിൽ ഒരു മൊമെന്റം ക്യാൻഡിൽ എന്നുള്ള ലെവലിൽ വരും. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഒന്ന് പറയുന്നത് റിജക്ഷൻ ക്യാൻഡിൽ. ഈ 3 കാൻഡിൽ, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു 3 കാൻഡിൽ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതല്ലാണ്ട് വരുന്നുണ്ട്, അത് ഇൻബിൽഡ് ആയിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഞാൻ വരുന്ന വീഡിയോകളിൽ പറഞ്ഞു തരാം. പക്ഷേ ഇപ്പം നമ്മൾ ഈ പറയുന്ന പാറ്റേൺസ് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ഒരു 3 കാൻഡിൽസിന്റെ ഇത് മാത്രം വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഒരു മൊമെന്റം ക്യാൻഡിൽ, ഒരു ഇതെന്ന് പറയുന്നത്. അതിന് മുൻപ് മൊമെന്റം ക്യാൻഡിൽ ഇതൊക്കെ പറയുന്നത് ഇതിന് മുൻപ് ഒരു സൈക്കോളജി ഉണ്ട്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്?
ഒരു പച്ച കളറാണെന്നുണ്ടെങ്കിൽ ബിഗിനർ ആണെങ്കിൽ ആദ്യം പച്ചയും ചുവപ്പായിരിക്കും വരുന്നത്. അപ്പോൾ പച്ച കളർ ക്യാൻഡിൽ ആണെങ്കിൽ അത് ബുള്ളിഷ്, ചുവപ്പാണെന്നുണ്ടെങ്കിൽ റെഡ് ബിയറിഷ്, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. കളർ ഇല്ലാണ്ട് നിങ്ങളത് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഒരൊറ്റ ക്യാൻഡിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊരു ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇവിടെ വന്ന് ഞാൻ ക്ലോസ് ചെയ്തു. ഈ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാണ് ഇതാണ് ഇതിപ്പോൾ ഇതൊന്നുമില്ല, ഇത് ഇങ്ങനെ വന്നു ഇത് വന്നു, അടുത്ത ക്യാൻഡിൽ എന്താ ഫോം ചെയ്ത് നമുക്കറിയില്ല. ഇതിപ്പോൾ ഏത് ക്യാൻഡിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും. ഇതിന്റെ കളർ ഞാൻ മാറ്റിയിട്ട് ചുവപ്പോ പച്ചയോ മഞ്ഞ ഏതിലാക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ക്യാൻഡിലാണെന്നില്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. അപ്പം ഇതിന്റെ അപ്പുറത്ത് തന്നെ നമ്മൾ വേറൊരു ക്യാൻഡിൽ കൂടി കൊണ്ടുവന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് നമ്മൾ വേറൊരു തൊട്ടപ്പുറത്ത് ഒന്നോ രണ്ടോ ഒരു ക്യാൻഡിലിന്റെ കൂടെ വേറൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ നടുവിലത്തെ ഒരു ക്യാൻഡിൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ക്യാൻഡിലിന്റെ മൂവ്മെന്റ് ഏതാണെന്ന് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാൻഡിലിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ പച്ച എന്നുള്ളതല്ലാണ്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കി തരാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എവിടെയും നോട്ട് ചെയ്ത് വെക്കുക, OHLCയും അതുപോലെ OLHCയും എന്ന് പറയുന്നത്. സോ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവമായിരിക്കും ഉണ്ടാവുക. ഈ O എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ, L എന്ന് ഉദ്ദേശിക്കുന്നത് ലോ, H എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ, C എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലോസ്. സോ OLHC എന്ന് പറഞ്ഞൊരു ഫോമാറ്റിലായിരിക്കും എപ്പോഴും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ മൂവ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഓപ്പൺ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സോ ഇവിടെ നിങ്ങൾ വരച്ചു ഓപ്പൺ ഹൈ, ഓപ്പൺ ലോ, ഹൈ ക്ലോസ് എന്നാണ് പറയുന്നത്. സോ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ട് എടുക്കുക. അതിന് കളറൊന്നുമില്ല. സോ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എങ്ങനെയായിരിക്കും ആദ്യം ഫോം ചെയ്യുക? ആദ്യം ഓപ്പൺ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനകത്ത് ഓപ്പൺ ഏതാണ്? സോ ഈ ഒരു മൂവ്മെന്റിനകത്ത് ഓപ്പൺ എന്ന് പറയുന്നത് ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഈ ഒരു ഭാഗമായിരിക്കും ഇതിന്റെ ഓപ്പൺ ആയിട്ടുണ്ടാവുക ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ. അതായത് ഒരു ക്യാൻഡിൽ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇപ്പുറത്തെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ, അതായത് ഓപ്പൺ എന്ന് പറയുന്നത് ഏതാണ്? ഇതിന്റെ O എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് ഓപ്പൺ. ഓക്കെ, സോറി ഇത് കുറച്ച് ബാക്കിലേക്ക് പോവാം. ഇത് ഓപ്പൺ, സോറി ഓപ്പൺ ആയിട്ട് ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും? ലോയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ഈ സാധനം പോകുന്നത് ലോയിലേക്കായിരിക്കും, സെക്കൻഡ് ലോയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതാണ് ഈ ഓപ്പൺ ലോ എന്ന് പറഞ്ഞത്. ഈ ലോയിലേക്ക് ഫോം ചെയ്താൽ അടുത്ത ഈ സാധനം എന്ന് പറയുന്നത് ഈ ലോയിൽ നിന്നും ഹൈയിലേക്കായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. സോ ഇതായിരിക്കും മൂന്നാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഹൈയിൽ നിന്നും താഴത്തേക്ക് വരുന്നതായിരിക്കും ക്ലോസ്. ഇപ്പൊ ഇതാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കണം. അപ്പം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ഇവിടെ, ലോ പിന്നെ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷം ഒരു ക്ലോസോട് കൂടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ ഇതുപോലെ ഇവിടെ ഫോം ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ വരും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഒരു ഓപ്പൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതായിരിക്കും ഇതിന്റെ ഓപ്പൺ ഉണ്ടാവുക. ഇത് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ ഓപ്പൺ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് താഴത്തേക്ക് പോയിട്ടില്ല, അവരുടെ വീണ്ടും പ്രൈസ് താഴത്തേക്ക് പോകും. സെല് ചെയ്യാൻ ആരുമില്ല, വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് കഴിഞ്ഞാൽ മേലേക്ക് പോയി, ഇത് ചിലപ്പം ഒരേ സ്ഥലത്തായിരിക്കും, വാങ്ങിയിട്ട് വീണ്ടും മേലേക്ക് പോയി വീണ്ടും താഴത്തേക്ക് വരുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് ബുള്ളിഷ് പ്രഷർ ഉള്ള ഒരു സമയമാണ്. കാരണം ഇവിടെ വിൽക്കുന്നേ ഇല്ല, ആരും വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇത് വിൽക്കുന്നേ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ടൈം ഫ്രെയിമിനനുസരിച്ചായിരിക്കും. ഇവിടെ ടൈം ഫ്രെയിമിനും വലിയൊരു മാറ്റങ്ങളൊന്നും ഇല്ല, ഒരു ചേഞ്ച് ഇല്ല. ഏത് ടൈം ഫ്രെയിമിലാണെങ്കിലും നമുക്ക് അത് അപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മൾ 1 hour ക്യാൻഡിൽ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 1 hour ക്യാൻഡിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു 1 hour ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പല രീതിയിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടന്നിട്ടുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള പാറ്റേൺസ് ഇതിനകത്ത് തന്നെ നടന്നിട്ടുണ്ടാവും. നമുക്ക് 1 hour എടുക്കുകയാണെന്നുണ്ട്. 1 hour എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും വാങ്ങിയെന്ന് മാത്രമല്ല അർത്ഥം. ഈ ഒരു 1 hour ഇത്രയും വലിയൊരു പച്ച കളറാണെങ്കിൽ ഈ ഓരോ മണിക്കൂറും എല്ലാവരും വാങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, ആരും വിറ്റിട്ടില്ല എന്ന് ഒരിക്കലും അർത്ഥമില്ല. ഈ ഒരു 1 hour ക്യാൻഡിൽ ആണെങ്കിലും അതിന്റെ ചെറിയ ടൈം ഫ്രെയിമിനകത്ത് അവിടെയും സെല്ലേഴ്സ് ഉണ്ടാവും, ട്രേഡിംഗ് നടന്നിട്ടുണ്ടാവും, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. സോ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ നമ്മൾ പറഞ്ഞ ഈ 3 ക്യാൻഡിലിന്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് 3 ക്യാൻഡിലിനും എക്സാമ്പിൾ. സോ ഇത് നോക്കി, ഇതിപ്പം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കറിയാം ഇതിന്റെ ഓപ്പൺ എവിടെയായിരിക്കും, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഓപ്പൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതായിരിക്കും ഇതിന്റെ ഓപ്പൺ ഉണ്ടാവുക. ഓപ്പൺ ആയതിനു ശേഷം അത് എന്താ ചെയ്തിട്ടുണ്ടാവുക? അത് താഴത്തേക്ക് പോയിട്ടുണ്ടാവും, താഴത്തേക്ക് വന്നിട്ട് പിന്നെ എന്താ ചെയ്തിട്ടുണ്ടാവുക? പിന്നെ അത് നേരെ മുകളിലേക്ക് പോയി ഹൈയിലേക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ഉണ്ടാവുക? ഈ ഹൈയിൽ നിന്ന് താഴത്തേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. സോ ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുക. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോഡി എന്ന് പറയുന്നത്, ഈ ഒരു വിക്ക് എന്ന് പറയുന്നത് ഒരു നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. വാങ്ങിയ വിക്കൊക്കെ പെട്ടെന്ന് കഴിയും. സോ ഈ ഒരു ബോഡിയുടെ വലിപ്പം എത്ര വലുതാണ്, അത്രയും വലിയൊരു മൂവ്മെന്റം ഉണ്ട് എന്നാണ്, അത്രയും ആൾക്കാർ ഇവിടെ വാങ്ങാനും വിൽക്കാനും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സോ ഇതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു മൊമെന്റം ക്യാൻഡിലിന്റെ എക്സാമ്പിൾ. ഇതേ സാധനം ബിയറിഷ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ബിയറിഷ് നോക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ നോക്കാം. പിന്നെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം എന്താ, മാർക്കറ്റ് മേലേക്ക് പോയി ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു വിചാരിക്കുക. ഇതിനകത്തിപ്പോൾ നമുക്ക് എന്താ, ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താ ഫോം ചെയ്തേക്കണേ എന്നുള്ളത്. നിങ്ങൾ ഇതിന്റെ മുൻപത്തെ ക്യാൻഡിൽ പിന്നത്തെ ക്യാൻഡിൽ എടുത്ത് നോക്കി, ഈ ഒരു സാധനം ഓപ്പൺ ഹൈ
ക്ലോസ് ചെയ്ത് അടുത്ത സെക്കൻഡ് ഈ ഒരു സാധനം ക്ലോസ് വന്നേക്കണം ഇവിടെയാണ്. ഈ ക്ലോസ് ഇവിടെയാണെന്ന് പറയാൻ കാരണം തൊട്ട മുമ്പത്തെ ക്യാൻഡിൽ നോക്കുക. ഈ ക്യാൻഡിൽ എങ്ങനെയാണ്, നമ്മൾ എവിടുന്നേലും ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു ബുള്ളിഷ് ആയിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയേക്കണം. ഈ ഒരു ക്യാൻഡിൽ ഇനീഷ്യലായിട്ട് വരില്ല. ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ നോക്കി, ഇത് ഇവിടെ ഓപ്പൺ ആണ്. അതിനുശേഷം ഹൈയിലേക്ക് പോയി, ബെയറിഷ് ആയതുകൊണ്ട് നല്ല രീതിയിൽ മേലേക്ക് പോയി, പിന്നെ ഇവിടെ ക്ലോസ് ആയി. ഇവിടെ ക്ലോസ് ആയ സ്ഥലത്തായിരിക്കും മിക്ക സമയത്തും അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്നുണ്ടാവും. സോ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിക്കണപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞ് താഴത്തേക്ക് പോയി, വീണ്ടും നല്ല മേലേക്ക് പോയി, വീണ്ടും താഴത്തേക്ക് വന്നു. മേലേക്ക് പോയത് എന്തുകൊണ്ട് താഴത്തേക്ക് വന്നു, കാരണം അവിടെ അത്രയും വലിയ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് താഴത്തേക്ക് വന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ചാർട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചാലും നിങ്ങൾ ചുമ്മാ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് നീന്തുക അല്ലെങ്കിൽ ഡ്രൈവിങ്ങും സ്വിമ്മിങ്ങും പോലെയാണെന്ന് പറയും. കാരണം നമ്മൾ എത്ര തിയറി പഠിച്ചാലും നമുക്ക് അതൊക്കെ അറിയാമെന്ന് പറയാൻ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചാർട്ടിന്റെ മുമ്പിൽ ഇരുന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ നമ്മൾ പറഞ്ഞു വന്ന രണ്ടാമത്തെ ക്യാൻഡിൽ പറഞ്ഞാൽ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സോ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇൻഡിസിഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എങ്ങടാണ് പ്രൈസ് മൂവ്മെന്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ഈ ഒരു ക്യാൻഡിലിനകത്ത് നോക്കുകയാണെങ്കിൽ. കാരണം ഇത് വന്നു, ഇവിടെ നമുക്ക് ഓപ്പൺ ആയി, ഈ സാധനം ഈ ഭാഗത്ത് ഓപ്പൺ ആയി, ഈ ഭാഗത്ത് ഓപ്പൺ ആയി. അതിനുശേഷം നല്ല രീതിയിൽ മേലേക്ക് പോയി. ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഹൈയിലേക്ക് പോകും. OHLC ആണ്, ഹൈയിലേക്ക് പോയി. പിന്നെ നല്ല താഴത്തേക്ക് വന്നു. അതേപോലെ തന്നെ വീണ്ടും അത് ക്ലോസ് ചെയ്തു. അപ്പൊ ഇതെന്താ വെച്ചാൽ മേലേക്കും പോകുന്നില്ല, താഴത്തേക്കും വരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് എങ്ങടാണ് പോകേണ്ടതെന്ന് അറിയാണ്ട് ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നതിനാണ് ഇൻഡിസിഷൻ ആയിട്ട് നിൽക്കുക. കൺഫ്യൂഷൻ എന്നുള്ള ലെവലാണ് നമ്മൾ ഇൻഡിസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായി വിശ്വസിക്കുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒന്നെന്ന് പറയണത് റിജക്ഷൻ ക്യാൻഡിലാണ്. അതിപ്പോൾ ബിയറിഷ് ആവാം, ബുള്ളിഷ് ആവാം, എങ്ങോട്ട് വേണമെങ്കിലും റിജക്ഷൻ ആവാം. ഈ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഈ ഒരു ചാർട്ടിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഈ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്ത് ഇവിടെ ക്ലോസ് ആയി. അപ്പൊ ഇവിടെ ഓപ്പൺ ആയി മേലേക്ക് പോയി നല്ല രീതിയിൽ താഴത്തേക്ക് വന്നു. വീണ്ടും ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പൊ എന്തായി, ക്ലോസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്രയും വലിയൊരു മൂവ്മെന്റ് താഴത്തേക്ക് വന്നിട്ടും താഴത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ബയ്യേഴ്സ് എല്ലാം കൂടി വീണ്ടും വാങ്ങി മേലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഇവിടെ നോക്കി, താഴത്തേക്ക് മാക്സിമം പോകാൻ ശ്രമിച്ചിട്ടും അത്രയും വലിയ പ്രഷർ, എത്രത്തോളം ഫോഴ്സിലാണോ താഴത്തേക്ക് പോകാൻ ശ്രമിച്ചത് അത്രത്തോളം ഫോഴ്സിൽ തിരിച്ച് മേലേക്ക് തന്നെ ഗേറ്റ് വിട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായി, റിജക്ഷൻ ആണ്. താഴത്തേക്ക് പോകാൻ ആരും സമ്മതിക്കുന്നില്ല, റിജക്ട് ചെയ്യാണ്. നീ ഇനി താഴത്തേക്ക് വേണ്ട, മേലേക്ക് പോ എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് വിടുന്ന പോലെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. സോ ഇതാണ് റിജക്ഷൻ ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പഠിക്കേണ്ട 3 ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഒന്ന് മൊമെന്റം ക്യാൻഡിൽ പറഞ്ഞാൽ ഒന്നിൽ വലിയൊരു ബോഡി ആയിരിക്കും. ഈ ചിത്രം നിങ്ങൾ നോക്കലേട്ടോ, ഒന്നിൽ വലിയൊരു ബോഡി, അത് ബെയറിഷ് ആവാം, അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആവാം, ബുള്ളിഷ് പ്രഷർ ആവാം, ബെയറിഷ് പ്രഷർ ആവാം. ചെറിയൊരു വിക്കോട് കൂടി മാത്രമുള്ളതിനെയാണ് നമ്മൾ മൊമെന്റം ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇൻഡസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡി ചെറുതായിരിക്കും, ചിലപ്പോൾ രണ്ട് സൈഡിക്കും വിക്ക് ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. വിക്ക് ഒരേപോലെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഈ ഒരു ഇൻഡിസിഷൻ എന്ന് പറയുന്നത്. റിജക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മേലേക്ക് ഒരു റിജക്ഷൻ, അല്ലെങ്കിൽ വേറെ റിജക്ഷൻ എന്ന് പറയുന്നത് താഴത്തേക്ക് ഒരു റിജക്ഷൻ. ഇത് രണ്ടും ഒരു കാറ്റഗറിയാണ്. കാരണം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് മേലേക്ക് പോകാൻ നോക്കി, മേലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ താഴത്തേക്ക് നിർത്തി. അപ്പം ഇവിടെ വലിയ രീതിയിൽ റിജക്ട് ചെയ്യാണ് ആൾക്കാർ. ഇതിനെ റിജക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ താഴത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ ഇത്രയും വലിയ ആൾക്കാർ ഇവിടുന്ന് താഴത്തേക്ക് പോകണ്ട, മേലേക്ക് പോകാൻ വേണ്ടി റിജക്ട് ചെയ്യാണ്. സോ നമ്മൾ പറഞ്ഞു വന്ന 3 ക്യാൻഡിൽ ഏതൊക്കെയാണ്, മൊമെന്റം ക്യാൻഡിൽ, ഇൻഡിസിഷൻ ക്യാൻഡിൽ, റിജക്ഷൻ ക്യാൻഡിൽ. ഈ ഒരു 3 ക്യാൻഡിൽ മാത്രം പഠിക്കുക, അല്ലാണ്ട് ഇതുപോലത്തെ എല്ലാ ക്യാൻഡിലും പഠിച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാൻ താഴെ ലിങ്ക് കൊടുക്കാം. ടെലിഗ്രാം ഗ്രൂപ്പ് ഇനി മുതൽ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ആക്ഷൻസും പ്രൈസ് ആക്ഷൻ എല്ലാം പഠിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് വളരെ വ്യക്തമായി വിശ്വസിക്കുന്നുണ്ട്. വേറെ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് അടുത്ത് കഴിഞ്ഞാൽ സ്ട്രക്ചറെ കുറിച്ചും ട്രെൻഡിനെ കുറിച്ചും എന്താണെന്നുള്ള അടുത്തൊരു വീഡിയോയിൽ പറയാം. തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വേറെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.